ഹേ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറച്ചായല്ലേ നമ്മൾ മാജിക് ബുക്കെല്ലാം എടുത്തിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഫ്ലവർ ആർട്ട് ചെയ്തിട്ടും കുറച്ചേറെ ദിവസങ്ങളായി. അപ്പം ഇന്ന് എന്തായാലും അതുപോലെ ഒരു ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് വെച്ചുള്ള ഒരു ആർട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഇതുപോലെ ലൈൻസ് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ബോർഡറും വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് മറന്നുപോയതാണ്, പിന്നെ വരക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പെറ്റൽസ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും, ഇന്നൊരു ഡിഫറെൻറ്റ് ഷേപ്പിലാണ് കേട്ടോ ഞാൻ വരച്ചിട്ടുള്ളത്. അതായത് ഇതുപോലെ ഞാൻ വരച്ചിട്ടുണ്ടെങ്കിലും ഇതേ പാറ്റേൺ അല്ല കേട്ടോ. എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും, ഒന്ന് പാറ്റേൺ മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ആർട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് വരച്ച് നോക്കണം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. എൻ്റെ ഒരു അനിയത്തി കുട്ടി എനിക്ക് ഇൻസ്റ്റയിൽ ഇതുപോലത്തെ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് ഇതൊന്ന് ട്രൈ ആക്കണം എന്ന് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഞാൻ പറയാറുണ്ട്, ഞാൻ ട്രൈ ആക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാം സേവ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇടയ്ക്ക് ഓരോ തിരക്കിനിടയ്ക്ക് അതങ്ങ് വിട്ടുപോകും. ഇന്ന് എന്തായാലും ഞാൻ വീണ്ടും അതെടുത്ത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2-3 അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇതന്നെ ഫസ്റ്റ് വരക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ബ്ലാക്കിലായിരുന്നു കേട്ടോ ഞാൻ കണ്ടത്. ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഇതിന് ബ്ലാക്ക് ആയിരുന്നു അവർ കൊടുത്ത കളറ്. പക്ഷേ എനിക്കെന്തോ ഇത് കുറച്ചും കൂടി റെഡിൽ തോന്നിയോണ്ടാണ് ഞാൻ റെഡിൽ വരച്ചത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് വരച്ച് നോക്കണേ. നമ്മൾ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് എത്ര സമയത്ത് നമ്മൾ ഫോൺ നോക്കി വെറുതെ ഇരിക്കണ്ടല്ലേ. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഇങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യുമ്പോഴാണ്. നമ്മൾ ഈ സെൻറ്റാങ്കിൾ ആർട്ടും ഡൂഡിൽ ആർട്ടിലും വരക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ, അതായത് ഷേപ്സ് എല്ലാം തെറ്റിപ്പോയാലും ലാസ്റ്റ് അതൊരു ആർട്ട് രൂപത്തിലെത്തും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അപ്പം നമുക്ക് ആർക്കും വരക്കാൻ അറിയില്ല എന്നുള്ളൊരു ടെൻഷനോ അല്ലെങ്കിൽ വരക്കാൻ അറിയില്ല എന്നുള്ളൊരു നമ്മളെ വിഷമോ ഒന്നും വേണ്ട. ആർക്കും പഠിച്ചെടുക്കാനും വരക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ ഇതുപോലുള്ള ചിത്രങ്ങൾ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ടും വരച്ച് നോക്കുക. ഇതാണ് ഞാൻ ലൈൻസ് നേരെ വരക്കാതിരുന്ന റീസൺ. ഈ ചിത്രത്തിന് ഇതുപോലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മളെ ബാക്കി വീഡിയോസും കൂടി ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.